ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് കുറച്ച് കോവക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ വേറെ എന്താ പറയാന്നറിയില്ല, മലയാളത്തിൽ ഞങ്ങൾ കോവക്ക എന്നാണ് വിളിക്കുക. നിങ്ങൾ കോവക്ക തോരൻ കഴിച്ചിട്ടുണ്ടാവും, മെഴുക്ക് പുരട്ടി കഴിച്ചിട്ടുണ്ടാവും, കറി കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് കൊങ്കണി സ്റ്റൈലിലൊരു ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ കോവക്കൻ്റെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഏതൊരു വെജിറ്റബിൾ ആയാലും നമ്മൾ നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കണം. നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി നമ്മൾ ആ കോവക്ക ഒന്ന് പകുതിയാക്കണം. നമുക്ക് നോക്കാമല്ലോ പഴുത്തിട്ടുണ്ടോ നല്ലതാണോ എന്ന് നോക്കിയിട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഒരു വലിയ കോവക്കയാണെങ്കിൽ പകുതിയാക്കാം, ചെറുതാണെങ്കിൽ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒന്ന് ഇടിക്കണം, നല്ലോണം ഇടിക്കണം കേട്ടോ. മീൻസ് അതിൻ്റെ ഇത് പുറത്ത് വരണം. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ അത് എങ്ങനെയായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാൻ പോവാണ്. ഒരു 5-6 ഒരുമിച്ച് എടുത്തിട്ട് ചെയ്യാം. ഇനി ഇത് വീണ്ടും ഒന്ന് കഴുകണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് പോകാനാണ്. അപ്പോൾ കുരുവൊക്കെ ഈ കറിയിലുണ്ടെങ്കിൽ എന്തോ പോലെയാണ്. കറിയല്ല, ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതെപ്പോഴും വീണ്ടും കഴുകും. വീണ്ടും കഴുകിയിട്ട് അതിൻ്റെ ഈ എക്സ്ട്രാ ഉള്ള കുരുവൊക്കെ കളയും. അപ്പോൾ നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാം. എപ്പോൾ കോവക്ക കിട്ടിയാലും ഇതുണ്ടാക്കാനാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ പറയാം. അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലിയോടെ തന്നെ ഇങ്ങനെ ഇടിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞങ്ങളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ വറവിടുമ്പോഴൊക്കെ ഈസി അല്ലേ, അതുകൊണ്ടാണ്. ഇനി ഈ സ്റ്റൗ കത്തിച്ചിട്ട് അതിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ നമ്മൾ ഇടിച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്നിട്ട് അതൊന്ന് വാട്ടണം. ആ വെളുത്തുള്ളിക്ക് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ മുളക് അതിലേക്ക് ഇടാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, ആകെ 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ ഇതിൽ. ഇനി ഈ മുളകൊക്കെ ഇതിലേക്ക് ഇടാം. ഞാനൊരു 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ മുളകൊന്ന് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഈ കോവക്ക ഉണ്ടല്ലോ, ഇടിച്ച് വെച്ച കോവക്കയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കോവക്കയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, പക്ഷെ അതൊന്ന് കുക്ക് ആവണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മുളകും വെളുത്തുള്ളിയൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അത്യാവശ്യം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. നല്ലോണം ഉപ്പും മുളകും ഈക്വലി ഉണ്ടാകുമ്പോഴാണ് ഒരു ഡിഷ് എപ്പോഴും നല്ല ടേസ്റ്റി ആവുക. അപ്പോൾ നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ ഉണക്കമുളകിന് പകരം ചിലർ പച്ചമുളക് ചേർക്കാറുണ്ട് കേട്ടോ. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെക്കണം കുറച്ച് നേരം കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തിട്ടൊന്ന് നോക്കണം. ഇതിങ്ങനെ കുറേ നേരം അത്യാവശ്യം ടൈം വേണ്ടി വരും ചിലതിനൊക്കെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കോവക്ക ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ആക്ച്വലി ഉണ്ടാവാറുണ്ട്. അതിന് അത്ര വേവ് വേണ്ട, അത്ര കൂടുതൽ നേരം വെക്കണ്ട. പക്ഷെ ചില വെറൈറ്റീസ് നമുക്ക് കുറേ നേരം കുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ പോയ ശേഷം ഇനി ഇതൊന്ന് അത്യാവശ്യം വലിയ ഫ്ലെയിമിൽ ഇങ്ങനെ നിരത്തി വെക്കണം, പരത്തി വെക്കണം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവും. അപ്പോൾ ആ ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണേ.